കല്യാണത്തിന് പോകണം. അപ്പം ആദ്യം നമ്മളെടുക്കുന്ന അലോവേര ജെല്ല്. ഞാൻ വേറെ പ്രൈമേഴ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല, എല്ലാം കെമിക്കലല്ല. അലോവേര ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കും. ജെന്റ്ലി മസാജ് ചെയ്യുക. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ മാമാർത്തിൻ്റെ ഫൗണ്ടേഷനാണ്. കണ്ടില്ലേ, മാമാർത്തിൻ്റെ ഫൗണ്ടേഷനാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ എടുക്കുക, ചെറുതായിട്ട് ഐലൈനറൊക്കെ ചെയ്തില്ലേ അതുപോലെ ലൈറ്റായിട്ട് നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ. ഞാൻ കൺസീലർ യൂസ് ചെയ്യാറില്ല, ഫൗണ്ടേഷൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ ഞാൻ ചുണ്ടിലും കുറച്ച് അപ്ലൈ ചെയ്യും. എന്നിട്ട് മറ്റേ സ്പോഞ്ച് ഉണ്ട്, ഞാൻ അപ്ലൈ ചെയ്യാറില്ല. എനിക്ക് കൈ കൊണ്ട് അപ്ലൈ ചെയ്യുന്നത് തന്നെയാണ് ഇഷ്ടം. നെക്കിൻ്റെ ഇവിടെ കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം, മുഖത്ത് മാത്രം അപ്ലൈ ചെയ്യരുത്. പിന്നെ അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഐബ്രോ പെൻസിൽ. ഞാനിപ്പോൾ പിരികം വളർത്തുവാണ്, അതുകൊണ്ട് ത്രെഡ് ചെയ്തിട്ടൊന്നുമില്ല, കുറച്ച് കട്ടിയിലാക്കാനാണ് പ്ലാൻ. ഐബ്രോസ് ഒന്ന് ഷാർപ്പാക്കി ലൈറ്റായിട്ടേ ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ഒരു കല്യാണത്തിനൊക്കെ പോകുന്നല്ലേ, അപ്പോൾ ഒരു ഇതിന്. കടന്നെന്ന് തോന്നുന്നു, അത് നമ്മൾ കൈ കൊണ്ടൊക്കെ മാറ്റിയാൽ മതി. ഇനി അടുത്തത് ഐലൈനർ. ഞാൻ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. വാഷ് പ്രൂഫ് ഒന്നുമല്ല, ഞാൻ വളരെ കുറച്ച് ഐലൈനറൊക്കെ യൂസ് ചെയ്യാറുള്ളൂ, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം. അതൊന്ന് ലൈറ്റായിട്ട്, വളരെ ലൈറ്റായിട്ട് എഴുതി കൊടുക്കുക. വാല് വരയ്ക്കണം എനിക്ക് ഇഷ്ടമായിട്ടാണ്. താഴെയും കൂടെ എഴുതുന്നു. അതിൻ്റെ കൂട്ടുകാരി പഠിപ്പിച്ചാണ്, 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴത്തേക്കും. അഹല്യ എന്നാണ് പേര്. ഇങ്ങനെ താഴെ കൂടെ എഴുതുന്നു. മഷി പടന്നെന്ന് തോന്നുന്നു, അത് അവസാനം ശരിയാക്കാം. എനിക്ക് വലിയ പിടുത്തമില്ല എഴുതുന്നത്. ായി ഒന്ന് തുടച്ചു കൊടുക്കുക. മസ്കാര ഉണ്ടായിരുന്നു, കാണാതെ പോയി, അതുകൊണ്ട്. ഇനി അടുത്ത നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന മുമ്പ് ഞാൻ ലിപ് ബാം യൂസ് ചെയ്യുന്നത്. ഞാൻ ഹിമാലയയുടെ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ലിപ്സ് ഡ്രൈ ആയിപ്പോവും. എപ്പോഴും ലിപ് ബാം യൂസ് ചെയ്യുക, അപ്പോൾ ഒരു ഗ്ലോയും കൂടെ കിട്ടും. ഞാൻ 926 ലിപ് ബാം ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. റെഡ് കളർ, റെഡ് ഷെയ്ഡിൽ വരുന്നത്. അതും കൂടെ അപ്ലൈ ചെയ്യണം. എനിക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൈ കൊണ്ടൊന്ന് മസാജ് ചെയ്യണം. പിന്നെ ബ്ലഷിന് പകരം ഞാൻ ട്രിക്ക് പറഞ്ഞുതരാം. ബ്ലഷിന് പകരം നമ്മൾ ലിപ്സ്റ്റിക്ക് കൊണ്ട് നമ്മുടെ കവളിൽ 2 ഡോട്ട് ഇടുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ചെറിയൊരു ബ്ലഷ് കിട്ടിക്കണ്ട.
ഇനി വേറെ ട്രിക്ക് ആരും പറയാത്തത്. നമ്മുടെ വാസ്ലിൻ എല്ലാവരുടെ വീട്ടിലും കാണും. വാസ്ലിൻ കുറച്ചെടുക്കുക. ഹൈലൈറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് പാവപ്പെട്ടവരുടെ മേക്കപ്പ് ചെയ്യുന്നവർ ജസ്റ്റ് ഒന്ന് മേക്കപ്പിന് മുകളിൽ അപ്ലൈ ചെയ്യുക. അപ്പം നല്ല ഫിനിഷിങ് ഗ്ലോ കിട്ടും. പിന്നെ അടുത്തത് പൊട്ട്. ഇപ്പം നമ്മൾ കല്യാണം ആയതുകൊണ്ട് ഒരു കല്ലുകൊട്ടൊക്കെ തൊട്ടേക്കാം. ഇനി മുടി ഞാൻ ചെയ്യുന്നത് അഴിച്ചിടുകയാണ് ചെയ്യുന്നത്. പല്ല് മാത്രം കുളമാണ് ഗൈസ്. പല്ല് ക്ലിപ്പിട്ടൊന്നും ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വാ വിളിക്കണ്ട. ഒന്ന് തിരിച്ച് ചെയ്ത് കൊടുക്കാം. മുടിയൊക്കെ വളരെ ഇരുന്നതേ ഉള്ളൂ. ഞാൻ അധികമായിട്ട് ഹീറ്റിംഗ് പ്രോഡക്ട്സ് യൂസ് ചെയ്യാറില്ല. മുടിക്ക് ഡാമേജ് വരും. വളരെ കുറവാണ് യൂസ് ചെയ്യാറ്. ഈ വർഷം കൂടെ ഒന്ന് ചീകി കൊടുക്കുക. മാല ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. കമ്മലും ഇത് തന്നെ. വേറെ കമ്മലില്ല. അത് വേറെ കാര്യം. കുറച്ച് സിന്ദൂരത്തിന് ഒരു ഹായ് കൊണ്ട് ഗൈസ്. സിന്ദൂരം തേക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് വാസ്ലൈൻ എടുക്കുക. എന്നിട്ട് ഒന്ന് തേച്ച് കൊടുത്തിട്ട് സിന്ദൂരം എടുക്കുക, അപ്ലൈ ചെയ്യുക. കണ്ടോ, പേസ്റ്റ് പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. എൻ്റെ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ഷെയർ ചെയ്യുക. എൻ്റെ ഫുൾ ലുക്ക് ആണ് ഗൈസ്. ഷോളും കൂടെ കാണുന്നു. എവിടെ ഗൈസ് നമ്മുടെ ഇത് വട്ട് പിടിക്കുന്ന ഗൈസ്. ഗൈസ് ഇതാണ് എൻ്റെ ഫുൾ ലുക്ക്. ഗൈസ് ഇതാണ് എൻ്റെ ഫുൾ ലുക്ക്. അതിനു മുമ്പ് എന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇത് എൻ്റെ താലിയാണ് ഗൈസ്. ഞങ്ങളുടെ ആശ്രമത്തിലെ സ്പെഷ്യൽ ടൈപ്പ് താലിയാണ്. ആദർശ താലി എന്നാണ് ഇതിന് പറയുന്നത്. ഇതൊരു താലിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെറൈറ്റി ആയിട്ട് ആർക്കും അത് അറിയില്ലായിരിക്കും. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ശരി ഗൈസ്.